നമസ്കാരം. ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ്, ജീവൻസ് ഡയബറ്റീസ് ആൻഡ് എൻഡോക്രൈൻ സെന്റർ, വിമല ഹോസ്പിറ്റൽ, ഏറ്റുമാനൂർ, കോട്ടയത്തെ ഡയറക്ടറും കൺസൾട്ടന്റ് എൻഡോക്രിനോളജിസ്റ്റുമാണ്. 2 ദിവസം മുമ്പ് എന്റെ ക്ലിനിക്കിൽ വന്ന ഒരു ലേഡി, അവര് വന്നത് ഒരു അവരുടെ ഈ മുടി പൊഴിച്ചിൽ കാരണം ആണ് അവര് എന്നെ കാണാൻ വന്നത്. അപ്പോൾ വളരെ കൂടുതലായിട്ട് മുടി പൊഴിഞ്ഞു പോകുന്നു. അതിനെക്കുറിച്ച് അവർ വളരെ കൺസേൺഡ് ആയിരുന്നു. അവർ പ്രത്യേകിച്ച് ഒരു മരുന്നോ വേറൊന്നും എടുക്കുന്നതായിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു മെഡിക്കൽ ഹിസ്റ്ററി ഒന്നും അവർക്കില്ലായിരുന്നു. അപ്പോൾ നമ്മൾ രക്തപരിശോധനകൾ യൂഷ്വലായിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് റുട്ടീൻ ടെസ്റ്റുകളുടെ അകത്ത് നമ്മൾ തൈറോയിഡ് നോക്കി. അപ്പോൾ തൈറോയിഡ് പ്രവർത്തന കുറവ് ഉള്ളതായിട്ട് കണ്ടുപിടിക്കുകയും അതിൻ്റെ ബേസിസിൽ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ഒരു 99% ഈ തൈറോയിഡിന്റെ വ്യതിയാനം കാരണമായിരിക്കാം അവർക്ക് ഈ മുടി പൊഴിച്ചിൽ വരാൻ സാധ്യത. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തൈറോയിഡിനെ കുറിച്ചല്ല. ഈ മുടി പൊഴിച്ചിൽ ഒരു വലിയൊരു പ്രശ്നമായിട്ട് പല പേഷ്യൻസും അവർ വരുന്നത് ചിലപ്പോൾ ഈ ഒരു പ്രശ്നത്തിനും കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ പ്രോബ്ലംസ് ആയിട്ടായിരിക്കും അവർ ക്ലിനിക്കിൽ വരുന്നത്. പക്ഷേ നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ അവരുടെ ഒരു വലിയ കൺസേൺ ഈ ഹെയർ ഫോൾ ആണ്. അത് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരും വരാറുണ്ട്, അതുപോലെ തന്നെ പ്രായം ചെന്ന ആൾക്കാർ അല്ലെങ്കിൽ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇതൊരു പ്രോബ്ലം ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ ഹെയർ ഫോൾ അല്ലെങ്കിൽ മുടി പൊഴിച്ചിലിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതും നമ്മുടെ ഒരു ഹോർമോൺ ആസ്പെക്ട്, അത് ഹോർമോൺ വ്യതിയാനങ്ങളുമായിട്ടുള്ള അതിന്റെ ലിങ്ക് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഏറ്റവും കോമൺ കോസ് പലപ്പോഴും ഈ ജനറ്റിക് ആണ്, നമ്മുടെ ഒരു പാരമ്പര്യം. അതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല, കാരണം നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. പക്ഷെ പലപ്പോഴും അതിനെ ആക്സെൻഷ്വേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ആ ഒരു കണ്ടീഷനെ വേഴ്സ് ആക്കുന്നത് ഇതിനോടനുബന്ധിച്ച് ചില എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കാണും. പലപ്പോഴും നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ക്വാളിറ്റി നല്ലതല്ല, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അമിതമായ സ്ട്രെസ് ജോലിയിലോ അല്ലെങ്കിൽ പഠനം കാരണം അല്ലെങ്കിൽ എക്സാംസ് ഫേസ് ചെയ്യുന്നവരിൽ അങ്ങനെ സ്ട്രെസ് വരുമ്പോൾ പലപ്പോഴും ഈ മുടി കൊഴിച്ചിൽ കൂടുന്നതായിട്ട് കാണാം. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണ ആൾക്കാർക്കും ഒരു ദിവസം ഒരു 50 to 100 ഹെയർ ഫോൾ ചെയ്തു പോകുന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും നമ്മളത് റെക്കഗ്നൈസ് ചെയ്യാറില്ല, കാരണം അത് ബോഡി റീപ്ലേസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് തോന്നാറില്ല. പക്ഷെ ബോഡിയുടെ ഈ ഹെയറിന്റെ റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് കറക്റ്റായിട്ട് നടക്കാതെ വരുമ്പോഴാണ് നമുക്കിതൊരു പ്രോബ്ലമായിട്ട് നമ്മൾ അത് പെർസീവ് ചെയ്യുന്നത്. അപ്പോൾ ഈ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും സ്ട്രെസ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അത്തരം കാര്യങ്ങൾ നമ്മൾ മാറ്റാനായിട്ടോ അല്ലെങ്കിൽ അത് എങ്ങനെ അത് ഫലപ്രദമായ രീതിയിൽ അത് മറികടക്കാമെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. പിന്നെ മൂന്നാമത് ഏറ്റവും കോമൺ ഹോർമോണൽ വ്യതിയാനങ്ങളാണ്. അത് തൈറോയിഡ് സംബന്ധമായിട്ടുള്ള വ്യതിയാനങ്ങളാണ് ഏറ്റവും കൂടുതൽ. തൈറോയിഡിന്റെ പ്രവർത്തന കൂടുതൽ അല്ലെങ്കിൽ തൈറോയിഡ് കുറഞ്ഞ് പ്രവർത്തിക്കുന്നു. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ കേസിൽ അതായിരുന്നു പ്രശ്നം. അപ്പോൾ അങ്ങനെ തൈറോയിഡിന്റെ ഒരു ഫ്ലക്ച്വേഷൻ വരുമ്പോൾ ഈ ഹെയർ ഫോൾ ഒത്തിരി വരുന്നത് കാണാറുണ്ട്. അതിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ തൈറോയിഡിന്റെ ലെവൽസ് കറക്റ്റ് ആക്കിയാലും അത് പിന്നെയും ഒരു 2-3 മാസം കൂടി കഴിഞ്ഞിട്ട് ഈ ഒരു സിംറ്റം അതിനൊരു ശമനം ഉണ്ടാവുള്ളൂ. അപ്പൊ അത് പേഷ്യൻസ് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ തൈറോയിഡിന്റെ ലെവൽസ് കറക്റ്റ് ആയി ബ്ലഡിൽ അത് കറക്റ്റ് ആയാലും ചിലപ്പോൾ ഒരു 2-3 മന്ത്സും കൂടിയും ഈ ഒരു സിംറ്റം പെർസിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ സ്ത്രീകളിൽ പലപ്പോഴും പ്രഗ്നൻസിയുടെ സമയത്ത്, അതുപോലെ തന്നെ പീരിയഡ്സിന്റെ സമയത്ത്, അതുപോലെ തന്നെ ആർത്തവ വിരാമം വരുന്ന മെനോപോസിന്റെ സമയത്ത്, ഇങ്ങനെ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് വരുന്ന സമയത്ത് ഹെയർ ഫോള് കൂടുതൽ വരുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ ചില കേസുകളിൽ അത് ഓട്ടോ ഇമ്മ്യൂൺ ആയിരിക്കും. നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്ന ആന്റിബോഡീസ് കാരണം ചിലപ്പോൾ പാച്ചി ആയിട്ട് ഹെയർ ഫോൾ വരാൻ സാധ്യതയുണ്ട്. അലോപേഷ്യ എരേറ്റ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് വരുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ ഹെയർ ഫോള് വരുന്നത് കാണാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഹെയറിനെ കറക്റ്റായിട്ട് കെയർ ചെയ്യുന്നില്ല. നമ്മൾ ഭയങ്കര ടൈറ്റ് ആയിട്ട് അത് പോണിറ്റെയിൽ കെട്ടുക, അങ്ങനെ വലിച്ചു കെട്ടുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ട്രാക്ഷൻ അലോപേഷ്യ എന്ന് പറഞ്ഞാൽ അവിടെ ഹെയർ വിട്ടുപോകുന്നതും കാണാറുണ്ട്. അപ്പൊ ഇവിടെ പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ഹെയർ ഫോളിന് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും റെമഡീസ് ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ് എന്ന് വെച്ചാൽ മരുന്നില്ലാത്ത രീതിയിൽ ഉള്ളൊരു ചികിത്സ എന്നാണ് ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ഇതുപോലെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ ഏതെങ്കിലും വേറെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള അസുഖങ്ങളുണ്ട്, തൈറോയിഡ്, ഡയബറ്റിസ്, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ, ഹോർമോൺ വ്യതിയാനങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു പരിധി വരെ ഇത് ഹെൽപ്ഫുൾ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. അതുകൂടാതെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഈ ചുവന്ന ഉള്ളിയുടെ നീര് അല്ലെങ്കിൽ അതിന്റെ വെള്ളം.
അപ്പോൾ അത് ഗ്രേറ്റ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ആ ലിക്വിഡ് എടുക്കുകയാണെങ്കിൽ അത് ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഈ ഹെയർ ഫോൾ വരുന്നിടത്ത് അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ അത് ഹെയർ ഗ്രോത്തിനെ സഹായിക്കും എന്നുള്ളതിന് റീസണബിൾ എവിഡൻസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാലോ, മോഡേൺ മെഡിസിനിൽ നമ്മൾ റീസണബിൾ എവിഡൻസ് ഇല്ലാതെ ഒരു സാധനം അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇപ്പോൾ 2014-15 നടന്നിരിക്കുന്ന പഠനങ്ങളിൽ ഡെർമറ്റോളജി ജേർണൽസിലൊക്കെ ഇതിന്റെ ചില പഠനങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അതിന്റെ സയൻസ് എന്ന് വെച്ചാൽ ഈ ഉള്ളിയുടെ വെള്ളത്തിൻ്റെ അകത്ത് സൾഫർ അതുപോലെയുള്ള ചില ആന്റി ഓക്സിഡൻസ് അതൊക്കെ ഉള്ളത് കൊണ്ട് ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, അങ്ങനെ ഹെയർ അവിടുത്തെ ബ്ലഡ് ഫ്ലോ ബെറ്റർ ആക്കുമെന്നും ഒക്കെ ഉള്ള രീതിയിലുള്ള ഹൈപ്പോത്തസിസുകളുണ്ട്. അത് ഒരു പരിധി വരെ ആക്ച്വൽ ട്രയൽസിൽ അതിന് ഒരു ബെനിഫിറ്റ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പേ എന്തെങ്കിലും അലർജി ഉണ്ട്, അതിനോട് അലർജി ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടതാണ്. ആദ്യം എവിടെയെങ്കിലും അപ്ലൈ ചെയ്ത് സ്കിന്നിൽ നോക്കി അലർജി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇത്തരം ഒരു ഹോം റെമഡി വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്നതിനോട് നമുക്ക് നഷ്ടമൊന്നുമില്ല, അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന്റെ ആക്ച്വൽ ട്രീറ്റ്മെന്റ്സ്, ഒരു ആസ്പെക്ട് ഇതിന്റെ ട്രീറ്റ്മെന്റ് അണ്ടർലൈയിങ് ആയിട്ടുള്ള കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. തൈറോയിഡിന്റെ അല്ലെങ്കിൽ പ്രമേഹം അതുപോലെയുള്ള ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മെക്കാനിസം ഓഫ് ട്രീറ്റ്മെന്റ്. രണ്ടാമത് അവിടുത്തെ ലോക്കൽ ഏരിയയിൽ നമുക്ക് കൊടുക്കാവുന്ന ട്രീറ്റ്മെന്റ്. ലോക്കൽ ഏരിയയിൽ കൊടുക്കാവുന്ന ട്രീറ്റ്മെന്റിന്റെ അകത്ത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് മിനോക്സിഡിൽ എന്ന് പറയുന്ന ഒരു ലോഷൻ ഉണ്ട്. അപ്പോൾ അത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്കൊരു പരിധി വരെ ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മളൊരു 3 മുതൽ 6 മാസം വരെ യൂസ് ചെയ്താലേ ഉള്ളൂ പതുക്കെ അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെന്റ് കാണുകയുള്ളൂ. അതുപോലെ തന്നെ ചില പുരുഷന്മാരിൽ ചിലപ്പോൾ നമുക്ക് ചില ടാബ്ലറ്റ്സ് ഉപയോഗിക്കാം, ഫിനാസ്ട്രൈഡ് എന്നൊക്കെ പറയുന്ന ടാബ്ലറ്റ്സ് ഉപയോഗിക്കാം. പക്ഷേ ഇതെല്ലാം എഫക്ട്സും സൈഡ് ഇഫക്ട്സും ഒക്കെ ഉള്ള മെഡിക്കേഷൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷനിലൂടെ അല്ലെങ്കിൽ ഒരു ഹോർമോൺ സ്പെഷ്യലിസ്റ്റിന്റെ കൺസൾട്ടേഷൻ എടുത്ത് അങ്ങനെ ഒരു ടാബ്ലറ്റിന്റെ ബെനിഫിറ്റ്സ് അതിന്റെ റിസ്ക്സിനെ ഔട്ട്വേ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അത്തരം മെഡിക്കേഷൻസ് ഉപയോഗിക്കാവൂ. പിന്നെ ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ കോസ്മെറ്റോളജിസ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്ന ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. PRP, അതുപോലെ തന്നെ ലോ ഗ്രേഡ് ലേസർ തെറാപ്പി, അത് റീസെന്റ് FDA അപ്രൂവ്ഡ് ആണ് ഇങ്ങനത്തെ ഹെയർ ഫോൾ കുറയ്ക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കോസ്മെറ്റിക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ട്രീറ്റ്മെന്റ്സും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വളരെ കോമൺ കണ്ടീഷനാണ്, എല്ലാ ഏജ് ഗ്രൂപ്പിലെ ആൾക്കാരെ അഫക്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ആണ്. അതിന് ഒത്തിരി കോസസ് ഉണ്ടാവാം. ഞാനിപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ പോയിന്റ്സ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് ഫലപ്രദമായ ട്രീറ്റ്മെന്റ് മെത്തേഡ്സും ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.